ഇവർ ഇന്ന് വെളുപ്പിനാണ് കരുനാഗപ്പള്ളി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറോട് ഈ കൊലപാതകം നടത്തിയ താനാണെന്ന് ഇയാൾ സമ്മതിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തുവിട്ട അരുൺ രാജ് തത്സമയം ചേരുകയാണ് കരൂരിൽ നിന്ന്. അരുൺ രാജ്, കൂടുതൽ അന്വേഷണം നടക്കുകയാണല്ലോ ഇപ്പോൾ പോലീസിൻ്റെ കീറാമുട്ടി കൊലപാതകത്തിൽ. എന്താണ് ഇതൊരു ദൃശ്യ മോഡൽ കൊലപാതകമാണെന്ന് നമ്മുടെ പ്രേക്ഷകർ വിധി എഴുതുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ? എന്തായാലും പോലീസിന് ഈ തെളിവുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസിന് ഇനി അന്വേഷണവുമായി ബന്ധപ്പെട്ട ഈ റിക്കവറി CC പ്രോസസ്സുകൾ മാത്രമാണ് നടത്താനുള്ളത്. മൃതദേഹം പൂർണ്ണമായും പുറത്തെടുക്കുക, ശാസ്ത്രീയ പരിശോധന നടത്തുക, ഈ കൊലപാതകം പ്രതി സമ്മതിച്ച സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണം അടക്കം നടത്തുക. ലളിതമായ ഇനി ഒരു നടപടിക്രമങ്ങൾ ലളിതമാണ്. പക്ഷേ ആ ലളിതമായ നടപടിക്രമങ്ങൾ കുറച്ചുകൂടി ഈ നിയമപരമായി കുറച്ച് ജാഗ്രതയോടെ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. കാരണം കേസിന്റെ വിചാരണ വേളയിലടക്കം പ്രതിയെ സംബന്ധിക്കുന്ന ഇക്കാര്യത്തിൽ കുറ്റസമ്മതം ഇപ്പോൾ നടത്തിയെങ്കിലും പിന്നീട് മാറ്റി പറയാനുള്ള സാധ്യതകളടക്കമുണ്ട്. ആ സാധ്യതകളടക്കം എല്ലാം അടച്ചുകൊണ്ടായിരിക്കും പോലീസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുക. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പോലീസ് ഈ ഭാഗത്തേക്ക് ഇപ്പോൾ ബോഡി റിക്കവർ ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ ഈ റിക്കവറി പ്രോസസ് അടക്കം പോലീസ് പൂർത്തീകരിക്കുകയും ചെയ്യും. ഏതായാലും വലിയ ജനക്കൂട്ടം തന്നെ ഈ ഭാഗത്ത് ഇപ്പോഴുണ്ട്. വലിയ ജനസഞ്ചയമാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു കൊലപാതകം നടത്തിയത് എന്നതിനപ്പുറം പ്രതി അതിനുശേഷം എന്തൊക്കെ മാർഗങ്ങൾ ഈ കൊലപാതകം മറയ്ക്കാൻ വേണ്ടി സ്വീകരിച്ചു എന്നതിലടക്കം പോലീസിന്റെ പരിശോധന ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. എന്നാലും പോലീസ് ഈ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ ഇതിന്റെ പരിശോധന, ഈ മൃതദേഹം കണ്ടെടുക്കാനുള്ള നടപടികളടക്കം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിക്കുമോ എന്നുള്ളതാണ്. കാരണം ഈ മൃതദേഹം കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കണം. ഫോറൻസിക് സംഘം ഇക്കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം നടത്തണം. ഇക്കാര്യങ്ങളിലടക്കം ഒരു സ്ഥിരീകരണം നടത്തുക എന്നുള്ളതാണ്. അത് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പോലീസ് അതിന്റെ നടപടി ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തതയോടെ കാണാൻ കഴിയും. ഈ ഭാഗത്ത് ഇപ്പോൾ പോലീസ് കരുനാഗപ്പള്ളി ACP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം, നമ്മുടെ ക്യാമറമാന ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കും. അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം ബോഡി കുഴിച്ചിട്ട സ്ഥലം അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ പരിശോധന തുടരുകയാണ്. എന്തായാലും ഈ പരിശോധന പോലീസിനെ സംബന്ധിച്ച് വിജയകരമായിരുന്നു. അന്വേഷണം പൂർത്തീകരണം അത് നടത്താൻ കഴിഞ്ഞു. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങളടക്കമുള്ളവ സമീപത്തെ വീട്ടിലിട്ട് കത്തിക്കുന്നു. ഇതിനുശേഷം ഈ പോലീസിന് തോന്നിയ ഒരു സംശയം, കാരണം ഇവിടെയാണ് കൊലപാതകം നടന്നതെങ്കിൽ സ്വാഭാവികമായും ഭൂമിക്കടിയിൽ മൃതദേഹം കുഴിച്ചിട്ടാൽ അതുമായി ബന്ധപ്പെട്ട ഈ ഏതെങ്കിലും തരത്തിലുള്ള സ്മെല്ല് പുറത്തേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതായിരുന്നു പോലീസ് ആദ്യം പരിശോധിച്ചത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ ഇപ്പോൾ പോലീസ് ആരംഭിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആ സ്ഥലം പൂർണ്ണമായും പോലീസ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രതിയെ ഉപയോഗിച്ചത് മാർക്ക് ചെയ്തു. പ്രതിയായ ജയചന്ദ്രൻ അവിടെയുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൂടുതൽ കാര്യങ്ങൾ പറയുന്ന ദൃശ്യങ്ങളിൽ കാണാം. കരുനാഗപ്പള്ളി CI, അതുപോലെ തന്നെ ACP അഞ്ജലി ഭാവന, അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ സംഭവ സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പ്രതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുക ആ ഭാഗത്ത് നിന്ന് മൃതദേഹം വീണ്ടെടുക്കാനുള്ള നടപടികൾ പോലീസ് ഇനി ശേഖരിക്കുക. എന്തായാലും ഇങ്ങനെയൊരു ബോഡി ഇവിടേക്ക് മറവ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സമീപത്ത് നിന്നവർ കാണാതെ പോയതെന്ന സംശയം ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട്. എന്തായാലും അത് ഏത് സാഹചര്യത്തിൽ എപ്പോഴാണ് കുഴിച്ചിട്ടെന്ന കാര്യങ്ങളിലടക്കം ഇനി കൂടുതൽ മറുപടി പറയേണ്ടത് ജയചന്ദ്രനാണ്. എന്തായാലും ജയചന്ദ്രൻ ഈ വിവരങ്ങൾ പോലീസിനോട് പങ്കുവെക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളിൽ. ജയചന്ദ്രൻ പോലീസുമായി സംസാരിക്കുന്നത് വളരെ പ്രകടമായി തന്നെ കാണാൻ കഴിയും. എന്തായാലും ആ സ്ഥലം ഇപ്പോൾ മാർക്ക് ചെയ്തുകൊണ്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്. എന്തായാലും ഈ പോലീസ് ഈ സ്ഥലത്ത് നിന്ന് പൂർണ്ണമായും ജനങ്ങളെ, ഈ ആൾക്കാരെ അടക്കം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ അന്വേഷണം ഇപ്പോൾ തുടരുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ പോലീസ് സംഘം ആ സ്ഥലം പ്രത്യേകം മാർക്ക് ചെയ്ത് പോലീസിന്റെ സംഘം എത്തുകയും ആ മാർക്ക് ചെയ്ത സ്ഥലം പോലീസ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് മേളിക്കല്ലേ സാറേ ഈ പോലീസ് ഇവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ എടുക്കുന്നതിനടക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ തടസ്സം ഇപ്പോൾ പോലീസ് പറയുകയാണ്. കാരണം ഈ ക്രൈം സീൻ ഏകദേശം 100 മീറ്ററിന് അപ്പുറമാണ്. ആ സ്ഥലത്ത് പോലും നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ എന്താണ് ഇതിൽ ഒളിപ്പിക്കുക സാർ? ഇതിനകത്ത് ഒരു സ്വാഭാവികമായ സംശയം, ക്രൈം സീൻ എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തേ ഉള്ളൂ, നമ്മൾ അതിനകത്ത് ഇത്രയും എടുക്കുന്നില്ല.
ഇവരെ ഒന്ന് മാറ്റി നിർത്തിക്കുക. ഇവരെ ഒന്ന് ഇച്ചിരി മാറ്റി നിർത്തിക്കുക. ഈ ക്രൈം സീൻ സ്വാഭാവികമായും ഇതിൽ ദൃശ്യങ്ങൾ എടുക്കണ്ട എന്നുള്ളതാണ് ഈ അമ്പലപ്പുഴ പോലീസിന്റെ ഇപ്പോഴുള്ള നിലവിലെ തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ എടുക്കുന്നതിന് പോലീസ് നമുക്ക് ഈ ദൃശ്യങ്ങൾ ഈ സമീപത്തെ വീടുകളിലടക്കം നിന്നുകൊണ്ട് ആൾക്കാർ ഈ ദൃശ്യങ്ങൾ കാണുകയും അടക്കം ുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയാണ് ഈ പോലീസ് സംഘം ഇപ്പോൾ ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിശോധന ഇപ്പോൾ ആരംഭിക്കുകയും ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ പരിശോധന ഇപ്പോൾ പോലീസ് ആ ഭാഗത്ത് മതിലിനോട് ചേർന്ന ഭാഗത്ത് പോലീസ് ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയുടെ വിവരങ്ങൾ അത് ഒരുപക്ഷെ അല്പസമയത്തിനകം മണിക്കൂറുകൾക്കകം തന്നെ ഈ ദൃശ്യങ്ങൾ പൂർണ്ണമായും പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിക്കാൻ കഴിയും. പോലീസിന് ഈ മൃതദേഹം പൂർണ്ണമായും മണ്ണിനടിയിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ പരിശോധന ഈ ഭാഗത്ത് തന്നെ തുടരുകയാണ്. ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കരൂരിൽ തെളിവെടുപ്പ് നടക്കുകയാണ്. കരുനാഗപ്പള്ളിയിലെ വിജയലക്ഷ്മി എന്ന സ്ത്രീയെ തലക്കടിച്ച് പ്ലെയർ ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം മണ്ണിട്ട് മൂടി കോൺക്രീറ്റ് ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ കരുനാഗപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്ത് കരൂരിൽ കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ച് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധന്മാരെല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിജയലക്ഷ്മി ഇടുക്കിയിലെ ഒരാളെയായിരുന്നു വിവാഹം കഴിച്ചിരുന്നത്. കുറച്ചു കാലം കഴിയുമ്പോൾ ഇടുക്കി സ്വദേശിയുമായി പിണങ്ങി. അവർക്ക് ഇതിൽ 2 മക്കളുണ്ട്. പിന്നീട് കരുനാഗപ്പള്ളിയിൽ താമസമാക്കിയ ഇവർ അമ്പലപ്പുഴക്കാരനായ ജയചന്ദ്രനെ പരിചയപ്പെടുകയായിരുന്നു. 4 ദിവസം മുമ്പ് വിജയലക്ഷ്മിയുടെ അമ്പലപ്പുഴയിൽ എത്താൻ ജയചന്ദ്രൻ പറയുന്നു. അതിനുശേഷം ജയചന്ദ്രനുമായി ഇവർ വഴക്കുണ്ടാക്കിയെന്ന് പറയുന്നു. അവസാനം അയാൾ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. എന്നാൽ ഇയാളുടെ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് കരുനാഗപ്പള്ളി പോലീസ് ഇപ്പോൾ പറയുന്നത്. മൊഴി പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇയാൾ പറയുന്നു. ഇപ്പോൾ എന്തായാലും ഈ കൊലപാതകം നടന്ന വിധം എങ്ങനെയാണെന്നറിയാൻ പോലീസ് നേരിട്ടുള്ള അന്വേഷണത്തിനായി കരുനാഗപ്പള്ളി പോലീസും അമ്പലപ്പുഴ പോലീസും സംയുക്തമായി അന്വേഷണം നടത്തുകയാണ്. അവരിപ്പോൾ കരൂരിൽ ഈ കൊലപാതകം അരങ്ങേറിയെന്ന് പറയുന്ന സ്പോട്ട് പരിശോധിക്കുകയാണ്. ഫോറൻസിക് സംഘവും അവരോടൊപ്പം ഉണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് മാധ്യമപ്രവർത്തകരെ നീക്കം ചെയ്ത ശേഷമാണ് പോലീസിൻ്റെ അന്വേഷണം തുടരുന്നതെന്ന് മനസ്സിലാക്കുന്നത്.